സ്നേഹവന്ദനം. 39 ഒന്നാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത്. ഇതാണ് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്. ലോകത്തിൽ അന്നുണ്ടായിരുന്ന ഭൂരിപക്ഷം മനുഷ്യരും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ദൈവം തൻ്റെ ദൈവരാജ്യം എന്ന പരിപാടി പുതിയ ഒരു കൂട്ടം ആളുകളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. മനുഷ്യൻ്റെ പരാജയം ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവത്തിൻ്റെ പരിപാടികളെ ഇല്ലാതെ ആക്കുന്നില്ല. ദൈവരാജ്യം എന്ന ദൈവത്തിൻ്റെ പരിപാടി വാസ്തവത്തിൽ ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി എന്ന രീതിയിലല്ല നമ്മൾ ബൈബിളിൽ കാണുന്നത്. അത് ഒരു ശേഷിപ്പിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പരിപാടിയാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ പരിപാടിയാണ്. ആ രീതിയിലാണ് ദൈവരാജ്യം മുന്നോട്ട് പോകുന്നതായിട്ട് നാം കാണുന്നത്. ഇവിടെ പ്രളയത്തിന് ശേഷം ഭൂമിയിൽ പിന്നെ അവശേഷിക്കുന്നത് ആകെ 8 മനുഷ്യരാണ്. നോഹയും ഭാര്യയും 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും. ഈ 8 പേരടങ്ങുന്ന ഈ ചെറിയ ഒരു യൂണിറ്റിൽ നിന്നാണ് വീണ്ടും ദൈവരാജ്യം എന്ന പരിപാടി മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. ഭൂരിപക്ഷം ആളുകൾ എന്ത് പറയുന്നു, ഭൂരിപക്ഷം ആളുകൾ എന്ത് വിശ്വസിക്കുന്നു, അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാനും ഭൂരിപക്ഷത്തോടൊപ്പം നീങ്ങാനുമാണ് മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രവണത. ഒരു ചെറിയ കൂട്ടം ആളുകൾ പറയുന്നത് സത്യമാണെങ്കിൽ കൂടിയും അതിനെ സത്യമാണെന്ന് അംഗീകരിക്കുവാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. മാധ്യമങ്ങളായാലും ഭരണാധികാരികളായാലും ഒക്കെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എവിടെയാണോ ആ കൂട്ടത്തിൽ നിൽക്കുക എന്ന ഒരു ട്രെൻഡാണ് ഉള്ളത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ നിലനിൽപ്പിന് അത് ആവശ്യവുമാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഭൂരിപക്ഷത്തിൻ്റെ കൂടെ അല്ല ദൈവം എപ്പോഴും നിൽക്കുന്നത്. ആളുകളുടെ എണ്ണം കണ്ട് ഭ്രമിക്കുന്ന ഒരു ദൈവമല്ല സ്വർഗത്തിലെ ദൈവം. ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടം ആണെങ്കിലും അവരോട് ചേർന്ന് നിൽക്കുന്ന, അവരെ കൊണ്ട് തൻ്റെ പരിപാടികൾ ചെയ്യിക്കുന്ന, അവരിലൂടെ തൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്ന ദൈവത്തെയാണ് നാം തിരുവചനത്തിൽ കാണുന്നത്. അങ്ങനെ നോഹയും കുടുംബവും എന്ന 8 പേരിൽ ദൈവത്തിൻ്റെ പരിപാടികൾ വീണ്ടും ആരംഭിക്കുക. ഇത് ദൈവജനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഭൂരിപക്ഷം ദൈവത്തെ തള്ളിക്കളഞ്ഞു പോകുമ്പോഴും ഒരു ന്യൂനപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം ഒറ്റയ്ക്കായിപ്പോയി. ദൈവം സൃഷ്ടിച്ച മനുഷ്യർ പിശാചിനോട് ചേർന്ന് പാപം ചെയ്ത് മറുവശത്തേക്ക് മാറി നിന്നപ്പോൾ ദൈവം അവിടെ ഏകനായിരുന്നു. അപ്പോഴും ദൈവമായിരുന്നു ശരിയെന്ന് നമുക്കറിയാം. നോഹയുടെ കാലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നോഹയും കുടുംബവും മാത്രം വിശ്വാസത്താൽ നിൽക്കുന്നു. ദൈവം അവരുടെ കൂടെയായിരുന്നു. പിന്നീട് ലോകം പുരോഗമിച്ചപ്പോൾ, വീണ്ടും പാപം പെരുകിയപ്പോൾ, ദൈവത്തെ ഉപേക്ഷിച്ച് ജനം പോയപ്പോൾ ദൈവം അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. ആ ഒരു കുടുംബത്തോടു കൂടെയായിരുന്നു ദൈവം. അവരിലൂടെയാണ് ദൈവത്തിൻ്റെ പരിപാടി മുന്നോട്ട് പോയത്. പിന്നീട് ദൈവം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുത്തു. ആ ജനത 12 ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു നമുക്കറിയാം. ഈ 12 ഗോത്രങ്ങൾ ചേർന്ന ജനത ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമായി. അധികം താമസിയാതെ അവരിൽ 10 ഗോത്രങ്ങൾ വേറിട്ട് ദൈവത്തെ കൂടാതെ അന്യദൈവങ്ങളുടെ പിറകെ പോയി. അപ്പോഴും 2 ഗോത്രങ്ങൾ മാത്രം ദാവീദ് ഗൃഹത്തോട് ചേർന്ന് നിന്നു. ദൈവം അവരുടെ കൂടെയായിരുന്നു. അങ്ങനെ ബൈബിളിലുടനീളം നമ്മൾ ഭൂരിപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ അല്ല, ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ന്യൂനപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണല്ലോ. നാശത്തിലേക്ക് പോകുന്ന ഒരു വാതിലിനെ കുറിച്ചും വഴിയെക്കുറിച്ചും പറഞ്ഞു. നാശത്തിലേക്ക് പോകുന്ന ആ വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്. അതിലെ പോകുന്ന ആളുകൾ അനേകരാണ്. പക്ഷേ ജീവൻ്റെ വഴി, ജീവനിലേക്കുള്ള വഴി, ആ വാതില് ഞെരുക്കമുള്ളതാണ്, വഴി ഇടുക്കമുള്ളതാണ്. അതിലൂടെ കടക്കുന്നവർ ചുരുക്കം ആളുകൾ മാത്രം എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ജീവൻ്റെ മാർഗവും ജീവൻ്റെ വഴിയും തിരഞ്ഞെടുക്കുന്ന ചുരുക്കം ആളുകളാണ് ദൈവരാജ്യത്തിൽ ഉള്ളത്. അല്ലെങ്കിൽ ആ ചുരുക്കം ആളുകളോട് കൂടെയാണ്
ദൈവ സാന്നിധ്യമുള്ളത്, ദൈവാനുഗ്രഹമുള്ളത്, ദൈവത്തിൻ്റെ പരിപാടി ഈ ചെറിയ കൂട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് കർത്താവിൻ്റെ അത്ഭുതങ്ങളും അതിൻ്റെ ഫലമനുഭവിച്ചവരുമായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരവിടെ ഉണ്ടായിരുന്നു. കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു തന്നെ ഭക്ഷിച്ച ആളുകളുടെ എണ്ണം തന്നെ എത്രയോ ആയിരക്കണക്കിനാണ്. പക്ഷേ ഒടുവിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കാനായിട്ടുണ്ടായിരുന്നത് വിരലിൽ എണ്ണാവുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമാണ്. ഈ പെന്തക്കോസ്ത് നാളിലേക്ക് വരുമ്പോൾ 120 ആളുകൾ അടങ്ങുന്ന ഒരു കൂട്ടമാണ് സഭയുടെ ആരംഭത്തിൽ അവിടെ ഉണ്ടായിരുന്നതായി നാം കാണുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടി അതിനെ വിശാലമാക്കിയാൽ ഒരു 500 പേർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ ജീവിതകാലത്ത് തന്നെ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ആളുകൾക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ കൊണ്ട് അനുഗ്രഹമുണ്ടായി എങ്കിലും വെറും 500 പേരോ മറ്റോ ആണ് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തയ്യാറായത്. അവിടെയും ആ ന്യൂനപക്ഷത്തോടു കൂടിയായിരുന്നു ദൈവം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ എണ്ണം വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. ആ സമൂഹം ചെറുതാണെങ്കിലും അവർ ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ ഒരുമിച്ച് നിൽക്കുന്നത്? ദൈവത്തിലുള്ളവരുടെ വിശ്വാസവും ദൈവത്തോടുള്ളവരുടെ വിശ്വസ്തതയും ഇതിനൊക്കെയാണ് ദൈവം പരിഗണന കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ തന്നെയാണെങ്കിലും ട്രെൻഡിനനുസരിച്ച് പോയി ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ വചനങ്ങളെ വിശ്വസിച്ച് ദൈവത്തെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത് ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്ന ഒരു അനുഭവമാണ്, ഒരു ജീവിതമാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായത്. അങ്ങനെ വരുമ്പോൾ നാം ഒരുപക്ഷെ ഒരു ചെറിയ അവഗണനീയമായ ഒരു ന്യൂനപക്ഷമായി എന്ന് വന്നേക്കാം. എങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. ദൈവമില്ലാത്ത ഭൂരിപക്ഷത്തോട് കൂടെ നിൽക്കുന്നതിനേക്കാൾ ദൈവ സാന്നിധ്യമുള്ള ഒരു മനുഷ്യനായി നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹവും നന്മയും. മാർട്ടിൻ ലൂതർ നവീകരണ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അന്ന് താൻ ഉൾപ്പെട്ടു നിന്ന സമുദായം മുഴുവനും ദൈവവചനത്തിനെതിരായി നിലകൊള്ളുമ്പോഴും അദ്ദേഹം ദൈവവചനത്തിലെ വിശ്വാസത്താലുള്ള രക്ഷ എന്ന ആശയത്തെ മുറുകെ പിടിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ, ഒരുപക്ഷെ വിചാരണ ചെയ്യപ്പെടുവാനായിട്ട് അദ്ദേഹത്തെ സഭാ നേതൃത്വം ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പോകാനായിട്ട് തയ്യാറായി. പക്ഷെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞു, അങ്ങോട്ട് പോകുന്ന അപകടമാണ്, അവർ നിന്നെ വിധിക്കും, നിന്നെ ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന അപകട സൂചന നൽകി. മാർട്ടിൻ ലൂതർ അതിനെക്കുറിച്ച് പറഞ്ഞത്, തന്നെ വിചാരണ ചെയ്യാൻ പോകുന്ന ആ വലിയ വിശാലമായ കെട്ടിടത്തിൻ്റെ ഓടുകളുടെ എണ്ണത്തിൻ്റെ അത്രയും പിശാചുക്കൾ അവിടെ ഉണ്ടെങ്കിലും ഞാൻ പോകും എന്നാണ്. അവിടെ ചെന്ന് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം പ്രഖ്യാപിച്ചു. അതിനുശേഷം അവിടെ നടന്ന വിചാരണയിൽ മാർട്ടിൻ ലൂതറെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ സഭാ കോടതി ഇദ്ദേഹത്തോട് പറയുകയാണ്, മാർട്ടിൻ, ഒരു കാര്യം നീ ഓർക്കണം, ലോകം മുഴുവനും നിനക്ക് എതിരാണ്. അവിടെ നിന്നുകൊണ്ട് മാർട്ടിൻ ലൂതർ പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകൾ ഇതാണ്: ലോകം മുഴുവനും എനിക്ക് എതിരാണെങ്കിലും ഒരു കാര്യം നിങ്ങളും ഓർത്തുകൊള്ളുക, മാർട്ടിൻ ലൂതറും ദൈവവും മുഴുവൻ ലോകത്തിനും എതിരാണ്. എത്ര ശക്തമായ വാക്കുകളാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ അംഗീകരിക്കാതെ, ദൈവവചനത്തെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭൂരിപക്ഷം മനുഷ്യർ, ആ മനുഷ്യരെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തോട് കൂടെ നിൽക്കുന്ന ഒരു ന്യൂനപക്ഷമായി നിന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ദൈവത്തെ വിശ്വസിച്ച് ദൈവവചനത്തെ അംഗീകരിച്ച് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം അതിനായിട്ട് നമുക്ക് വലിയ കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.